നമുക്ക് ഭൂമിയുടെ അജയുടെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഭൂമിക്കാണെങ്കിൽ വലിയ സങ്കടം തന്നെയായിരുന്നു അംബികയെ ജയിലിൽ വെച്ച് കാണുമ്പോൾ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തൻ്റെ അമ്മയെ തനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല ഒരു വിഷമം കൊണ്ടാണ് ഭൂമി കരയണേ. പക്ഷെ അംബിക സമാധാനിപ്പിക്കുക, മോളെന്തിനാ കരയണേ, കരയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം അമ്മയുടെ വിഷമം എന്താന്ന്. അമ്മേ എന്താണെങ്കിലും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ പുറത്തിറക്കും, അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് വിഷമമൊന്നുമില്ല മോളെ, എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടാ. ഒരു പക്ഷേ അച്യുതേട്ടനുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പോലും വീട്ടിൽ തന്നെ കിടക്കാത്ത ആളല്ലേ. അതെന്തിനാ അമ്മേ അമ്മ അങ്ങനെയൊക്കെ പറയണേ, എന്നോടൊപ്പം എൻ്റെ അച്ഛനുണ്ടല്ലോ, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല അവിടെ കിടന്നുറങ്ങാനായിട്ട്. അച്ഛൻ്റെ ഓർമ്മകളും പിന്നെ അമ്മ എൻ്റെ അരികിലുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താന്ന് ചോദിച്ചു. അമ്പയ്ക്ക് മനസ്സിലായി തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയ ഭൂമി അങ്ങനെയൊക്കെ പറയണേന്ന്. അപ്പോഴേക്കും അമ്പ ചോദിച്ചു, മോളെ നീ വിശ്വസിക്കുന്നുണ്ടോ ഞാനാ ചെയ്തേന്ന്? അതെന്താ അമ്മ അങ്ങനെ പറയണേ? എൻ്റെ അമ്മയെ എനിക്ക് വിശ്വാസമില്ല, എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ടമ്മേ, ഏതോ സ്ത്രീയാന്നാ തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ. സ്ത്രീയോ? അതെ, അച്ഛൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഏതോ സ്ത്രീയാന്ന് തോന്നുന്നത്. ഞാൻ ചില നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ട്, ചിലപ്പോൾ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വന്നേക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതും അമ്പി പറഞ്ഞു, മോളെ നീ സൂക്ഷിക്കണം, നിന്റെ ജീവനോ അപകടത്തിലാണ്. അത് കേട്ടതും ഭൂമി പറഞ്ഞു, അല്ല എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഞാൻ അമ്മയോട് നേരത്തെ തന്നെ ചോദിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അച്ഛന് ഒരു കത്തെഴുതിക്ക് വേണ്ടി അലമാരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചിലപ്പോൾ കൊല ചെയ്യപ്പെട്ടേക്കാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ എന്നോട് പറയാതിരുന്നേ? അച്ഛൻ ആരെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കത് അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, അല്ല അപ്പോഴേക്കും അമ്പി പറഞ്ഞു, മോളെ അച്ഛന് ശത്രുക്കൾ അങ്ങനെ ശത്രുക്കളോടായിട്ട് എനിക്ക് അറിയില്ല, എന്നാലും അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി വെച്ചു, അല്ല അമ്മയ്ക്കറിയാവോ ആരാ അച്ഛനെ ഇല്ലാതാക്കിയെന്ന്? അത് മോളെ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല, പക്ഷേ എങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ കുറച്ച് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളോട് പറയാനായിട്ട്. രഹസ്യങ്ങളോ? അതെ, അതൊക്കെ അച്യുതേട്ടൻ മോളോട് പറയണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് കേട്ടപ്പോൾ ഭൂമിക്ക് മനസ്സിലായി എന്തോ വലിയ രഹസ്യം അച്ഛൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലർക്കും ബാധകവും പലർക്കും ദോഷമാകുന്ന കാര്യങ്ങളാണ്. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, എന്താണെങ്കിലും അമ്മയെ ഞാൻ ഇവിടുന്ന് പുറത്തെത്തിക്കും. അല്ല അമ്മ ആ രഹസ്യം എന്താന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ അപ്പോഴേക്കും അവിടുത്തെ ജയിലിലെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ സമയം കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു. ഭൂമി പറഞ്ഞു, ഒരു 5 മിനിറ്റ്, അതെ ഇനി പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അംബിക അങ്ങോട്ട് കൊണ്ടുപോയി. അംബികയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് പറയണമെന്നറിയില്ല. ഭൂമി ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി തൻ്റെ മകളെന്നുള്ള കാര്യം താൻ പറയേണ്ടി വരുമോ? അങ്ങനെ വന്നിട്ടുണ്ട് എന്താവായിരിക്കും സ്ഥിതി? ഒരു പക്ഷെ അച്യുതേട്ടൻ പറയാനായിട്ടിരുന്നാണ്. അത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം നശിപ്പിക്കുമല്ലോ താൻ ചെയ്യുന്നേ. അച്യുതേട്ടനത് പറയാൻ പറ്റിയില്ല, പറയാനായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയാനെന്നാണ് അച്യുതേട്ടൻ മരണപ്പെടുന്നത്. ഒരു പക്ഷേ അച്യുതേട്ടൻ കൊലപാതകത്തിന് പിന്നിൽ അവരായിരിക്കുമോ? ഇനി മോള് ജീവിച്ചിരിപ്പണമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ അവർ വെറുതെ വിടത്തില്ലായിരിക്കും. ആ ഒരു ഭയം അച്യുതേട്ടൻ എന്നും ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ അമ്പി ഓർത്തു, എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയോട് കാര്യങ്ങളൊക്കെ പറയണം, അല്ലാതെ പറ്റില്ല എന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ഭൂമി തീരുമാനിച്ചു, ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണെങ്കിലും അത് മാത്രമല്ല തൻ്റെ അമ്മയെ ജയിലിലാക്കിയവരെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. അത് ഏത് സ്ത്രീയാണെങ്കിലും അവരെ കണ്ടെത്തണത് തന്നെ വേണം. ഒരു പക്ഷേങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് അജയ് സാറിൻ്റെ ഹെൽപ്പ് ചോദിച്ചാലോ, അജയ് സാറിന് തന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഭൂമി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അജയ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. അജയ് ഭവാനിയെയും അതുപോലെ അഞ്ജനയെ അന്വേഷിക്കുമായിരുന്നു. പക്ഷെ കുറേ അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടിയില്ല. സ്വാഭാവിക മുത്തശ്ശിക്ക് നല്ല ടെൻഷനായിരുന്നു. എവിടെ എന്താണെന്നും അറിയത്തില്ലോ. ഈ കുടുംബത്തിന്റെ പീഡനം കാരണമാണ് ഇറങ്ങിപ്പോയിരിക്കുന്നതെന്ന് എഴുത്തെഴുതി വെച്ചിരിക്കുന്നത്. അതിനെ പീഡിപ്പിക്കാൻ മാത്രമൊന്നും സംഭവിച്ചിട്ടില്ല. ആകെ അഞ്ജനയെ അജയെ തല്ലുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്വാഭാവിക മുത്തശ്ശി പറഞ്ഞു, എന്ത് പറഞ്ഞാലും ശരി ഉറപ്പായിട്ടും അജയുടെയും കൂടെ വിവാഹം നടത്തണം. ആ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കൊടുത്ത വാക്കിനൊരു വില ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. സംഗീത പറഞ്ഞു, അതിനിപ്പം വിവാഹം വേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ അമ്മേ. അല്ല അത് അജയ് സമ്മതിച്ചിട്ടില്ലോ, അവന് ഇഷ്ടമില്ലോ അവളെ. അനുപമ പറഞ്ഞു, അതൊന്നും സാരമില്ല, നമുക്ക് അജയനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ മുത്തശ്ശി. മുത്തശ്ശി മെഡിസിനും കാര്യങ്ങളും കഴിക്കാൻ പറഞ്ഞു. എനിക്ക് മെഡിസിനൊന്നും വേണ്ട, അവരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഒന്നുമല്ലേലും എൻ്റെ കൊച്ചുമോളല്ലേ അഞ്ജന, അവൾക്കൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ?
സത്യദാസ് പറഞ്ഞു, അവരെവിടെ ഉണ്ടല്ലോ അന്വേഷിച്ച് കണ്ടുപിടിക്കും അജയ്. പിന്നെ അമ്മ എന്തിനാ എത്ര വിഷമിക്കണേ? അമ്മ സങ്കടപ്പെടാതിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. പക്ഷെ എന്നാലും സ്വാഭാവിക മുത്തശ്ശിക്ക് ഒരു സമാധാനം ആയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഭവാനി അഞ്ജനയും കൂടെ വേറൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒളിച്ചു കഴിയാന്ന പേടിച്ചിട്ട് പോയിരിക്കുന്ന. എങ്ങാനും ഇനിയിപ്പോൾ അജയ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അടിച്ചെടുക്കുന്നേക്കാളും മുമ്പ് ജീവനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരത്തോട് കൂടിയിട്ടാണ് ഭവാനി പോയത്. ഭവാനി കമാലിനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം, അവൾ തീരണം, അവളിനി ജീവനോടെ ഉണ്ടെങ്കിൽ പണിയാണ്. പക്ഷേ അജയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. ഭൂമി തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നൊരു ചിന്തയായിരുന്നു ഭവാനിയുടെ മനസ്സിൽ. അതാണ് ഭവാനി അഞ്ജനയും കൂട്ടി രക്ഷപ്പെട്ടത്. പക്ഷെ അഞ്ജനയ്ക്ക് അറിവുണ്ടായിരുന്നില്ല അമ്മ എന്തിനാണ് തന്നെയും കൂട്ടി ഇങ്ങനെ വന്ന് ഒളിച്ച് താമസിക്കുന്നുള്ള കാര്യം. അഞ്ജനയോട് പറഞ്ഞത് നിന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ടെന്നൊക്കെയായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു രഹസ്യം അമ്മയുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം അഞ്ജനയ്ക്കും അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് സ്റ്റേഷനിലേക്ക് അജയ് വരുവാണ്. അങ്ങനെ അജയ് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി അങ്ങോട്ട് ചെന്നു. ഭൂമി എന്നിട്ട് അജയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സാറേ, എൻ്റെ അമ്മയുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണം. എനിക്ക് എൻ്റെ അമ്മയെ പുറത്തിറക്കിയാൽ മതിയുള്ളൂ. അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുമല്ലേ ഭൂമി? ഞങ്ങൾ മാക്സിമം അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അമ്മയ്ക്കെതിരാണ് തെളിവുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ അമ്മേനെ അങ്ങനെ പുറത്തുവിടാൻ പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. സാറേ, സാറിനറിയാലോ എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സാറിനോട് പറഞ്ഞല്ലോ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ. ഒരു പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിയ ഡോക്ടറെ ഒന്ന് വിളിച്ച് ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാ എന്താ ഉള്ളതെന്നൊക്കെ സത്യങ്ങൾ അറിയാൻ സാധിക്കും. അതുകൊണ്ട് സാറൊന്നും അവരെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യണം. അതുമാത്രമല്ല, ഇതിനകത്ത് ഈ തെളിവുകളൊക്കെ നിരത്തുവാണെങ്കിൽ കോടതിയിൽ എൻ്റെ അമ്മയ്ക്ക് ഉറപ്പായിട്ടും ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യും. അതൊക്കെ പറഞ്ഞിട്ട് ഭൂമി എന്ത് ചെയ്തു? ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ശങ്കരനാരായണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അത് അജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അജയ് പെട്ടെന്ന് ഭൂമിയോട് എഴുന്നേക്കാൻ പറഞ്ഞിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. എന്താ സാറേ? എടീ, നിന്നോട് ആരാ ഇവിടെ വന്ന് ഇതൊക്കെ പറയാനായിട്ട്? ഇപ്പം നീ വലിയ പോലീസ് ആവുമായിരിക്കും അല്ലേ? നീ ആയിരിക്കും പഠിപ്പിക്കാൻ വരുന്നല്ലേ? എന്ത് ചെയ്യണം, ആരെ വിളിച്ച് ചോദ്യം ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. നീ കൂടുതൽ ഇതിനകത്ത് പറയാൻ വരണ്ട. പറഞ്ഞു കേട്ടല്ലോ. അവള് തെളിവുകളും നിരത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്കും ഭയങ്കര സങ്കടമായിപ്പോയി ഭൂമിക്ക്. ഭൂമിയുടെ സാറേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സാർ ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ? സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ അമ്മയാണ് അകത്ത് കിടക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ജീവിതമാണ് പോയത്. അതൊക്കെ നീ പറയും. പക്ഷെ എനിക്ക് എൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ കൂടുതൽ കേസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരെ വിളിച്ച് ചോദ്യം ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, സാറിന് മടിയണ്ടേ വേണ്ട. ഇനിയിപ്പോൾ സാറും കൂടെ പൈസ വാങ്ങിയിട്ടുണ്ടോ? അതോ ഇനിയിപ്പം സാറിൻ്റെ വീട്ടുകാർ ആരെങ്കിലും ആണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. എന്താടി നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ സാർ ആരെയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കണേ? ആ ഡോക്ടറെ അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ലെന്ന് ചോദിച്ചു. അജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബാക്കി പോലീസുകാരൊക്കെ നോക്കി നിൽക്കുവല്ലേ. അജയ് ഭൂമിയെ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് ആ പുറത്തേക്കൊണ്ട് ഒറ്റ തള്ളാണ്. കടന്നു പോടി, മേലെ നിന്നിവിടെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് കൃത്യസമയത്ത് ആൽഫ്രഡ് എങ്ങോട്ട് വരുന്നത്. ആൽഫ്രഡ് വന്നുകൊണ്ട് മാത്രം ഭൂമി താഴേക്ക് വീണില്ല. പെട്ടെന്ന് ആൽഫ്രഡ് കയ്യിലേക്ക് കയറി പിടിച്ചു ഭൂമിയുടെ. എന്നിട്ട് അജയോട് ചോദിച്ചു, നീ ഇതെന്ത് പരിപാടിയാടാ കാണിക്കണമെന്ന് ചോദിച്ചു. ഭൂമി പറഞ്ഞു, സാരമില്ല സാറേന്ന് പറഞ്ഞു. ഭൂമി വന്നേന്നും പറഞ്ഞുകൊണ്ട് ആൽഫ്രഡ് ഭൂമിയെ കൂട്ടിക്കൊണ്ട് ഭൂമിയുടെ ഷോപ്പിലേക്ക് പോവാണ്. അതെ, അവൻ്റെ കാര്യം അറിയാലോ. അവൻ്റെ സ്വഭാവം ഇങ്ങനെയാ. ആരും അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അങ്ങനെയൊന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞു. അവൻ്റെ ഈഗോ മൈൻഡുണ്ട്. ഭൂമി പറഞ്ഞു, എത്രയ്ക്കാളും ശരി, എനിക്ക് എൻ്റെ അമ്മയുടെ ജീവിതം എങ്കിലും രക്ഷിക്കണം സാറേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളും ഉണ്ടാകാതെ വന്നുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അജയ് സാറിനോട് പറയാൻ ചെന്നേ. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് അജയ് സാറ് ഒരുക്കമല്ല. അജയ് സാറിന് സാറിൻ്റെതായ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും അതൊക്കെ കേട്ടിപ്പോൾ ആൽഫ്രഡ് പറഞ്ഞ് സമാധാനമായിട്ടിരിക്കും. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഭൂമി വിഷമിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ ആശ്വസിപ്പിക്കുകയാണ്. അജയ് ആകെപ്പാടെ ഭ്രാന്തി പിടിച്ചിരിക്കുക. കാരണം താൻ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടുന്നൊരു തോന്നൽ. അവളെല്ലാ കാര്യം കാണുന്ന സാധ്യത നിർത്തി വന്നിരിക്കുക. എങ്കിൽ പിന്നെ താൻ എന്തിനാ ഈ തൊപ്പിയും വെച്ച് ഇവിടെ ഇരിക്കണേ? അവൾക്ക് അങ്ങോട്ട് അന്വേഷിച്ചുകൂടെ എന്നൊക്കെയാണ് അജയുടെ മനസ്സിൽ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ കഥകളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.